ഈ വെള്ള റോസയുടെ ഒരു കഥ പറയാം. ആദ്യം ഈ റോസ് വാങ്ങിയ സമയത്ത് അതിനെ കിട്ടിയ ചട്ടിയിൽ തന്നെയാണ് കുറച്ച് നാൾ വെച്ചിരുന്നത്. പിന്നീട് അതിനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ, ഒബ്സർവ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെന്ത് അധികം പൂക്കളുണ്ടാകാത്തത്. അതാ നിന്നത് വാങ്ങിയതുപോലെ തന്നെ നിൽക്കുന്നു. കുറച്ച് പൂക്കളുണ്ടായി, പിന്നെ അത് കൊഴിഞ്ഞ് കഴിഞ്ഞ് അധികം പൂക്കളേ ഉണ്ടായില്ല. അതിൻ്റെ സ്ഥലം എവിടെ നിൽക്കുന്നതെന്നൊക്കെ ഒബ്സർവ് ചെയ്തു. അത് ഒരു സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്തായിരുന്നു. പിന്നെ ആ ചട്ടി എടുത്ത് കുറച്ച് മണ്ണൊക്കെ നിറച്ച് പുതിയ ചട്ടിയിലേക്ക് മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ റോസാകെ ആളാകെ അങ്ങ് മാറിപ്പോയി. പിന്നെ കൊല കുത്തി പൂക്കാൻ തുടങ്ങി, മിക്കവാറും പൂ തരാൻ തുടങ്ങി. ഈ ചെടി അതിൻ്റെ റൈറ്റ് പ്ലേസിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് നന്നായിട്ട് പൂക്കാൻ തുടങ്ങി. ഒരു പുതിയ ചെടിയായിട്ട് മാറി. അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടി. എനിക്ക് തോന്നുന്നത് മനുഷ്യരും ഇതുപോലെ തന്നെ ആയിരിക്കും. നമ്മുടെ ആ റൈറ്റ് പ്ലേസിലെത്തിക്കഴിയുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്കിങ്ങനെ പറയാൻ തോന്നുന്നത് പുട്ടിങ് റൈറ്റ് പീപ്പിൾ ഇൻ ദ റൈറ്റ് പ്ലേസ് എന്നാണ് തോന്നുന്നത്. ആ റോസിനെ ആ റൈറ്റ് പ്ലേസിൽ വെച്ചപ്പം നന്നായിട്ട് പൂക്കാൻ തുടങ്ങി.